ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. ഹുവ, ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഹബീബു, അവിടുന്ന് ഹബീബാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുപ്പക്കാരനാണ്. ഹബീബ്, ഖലീൽ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിനോട് അത്രയും സാമീപ്യം കരസ്ഥമാക്കിയ ആളുകളാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹബീബ് എന്ന് പറഞ്ഞാൽ ഒരു ഇടനിലക്കാരനും ഇല്ലാതെ അടുക്കാൻ കഴിയുമ്പോഴാണ് ഹബീബ് എന്ന് പറയാം. ഇടനിലക്കാരുണ്ടാവലോടുകൂടെ അടുക്കാൻ സാധിക്കുമ്പോഴാണ് ഖലീൽ എന്ന് പറയാം. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ഖലീലാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിലേക്ക് അടുക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കിയിട്ടാണ്. ആഖിറത്തിൽ ഉമ്മത്ത് ശഫാഅത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ ആ അമ്പിയാക്കളൊക്കെ പ്രതീക്ഷയർപ്പിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. അപ്പൊ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഇടനിലക്കാരനുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പമുള്ള അള്ളാഹുവിന്റെ ഹബീബാണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരർത്ഥം പറയാം, കോടിക്കണക്കിന് അനുയായികളുടെ ഹൃദയത്തിൽ അവർ വാത്സല്യത്തോടെ സ്നേഹത്തോടെ കാണുന്ന ഹബീബ് എന്ന അർത്ഥത്തിലും പറയാം. എങ്ങനെയുള്ള ഹബീബാണ്? തുർജാ ശഫാഅതുഹു, അവിടുത്തെ ശഫാഅത്ത്, ശുപാർശ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാൽ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ അകപ്പെട്ടേക്കാവുന്ന, അതാണ് മുഖ്തഹമി, ഒരു മനുഷ്യൻ തള്ളിവീഴ്ത്തപ്പെട്ടേക്കാവുന്ന, അകപ്പെട്ടേക്കാവുന്ന ഏതു പ്രതിസന്ധിയിലും ശുപാർശകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അങ്ങനെ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റിയ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.